എന്റെ കാല് എന്ത് വേദനയാ. നീ എന്താ ഇവിടെ? പപ്പ കാണും, പോ. പപ്പ കണ്ടു. ഞാൻ ചോദിച്ചേ അനുവാദം വാങ്ങിയിട്ടാ വന്നേ. പപ്പ വിട്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ എന്ത് പറഞ്ഞു വന്നേ? നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. എടാ കോഴിക്കുഞ്ഞി, നീ അങ്ങനെ പറഞ്ഞു. നിന്റെ അവസാനമാ. ഞാൻ എപ്പോഴാ നിന്റെ ഗേൾ ഫ്രണ്ടായി? എന്റെ പൊന്നോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. മ്യൂസിക് ക്ലാസ്സിലെ സാറെന്നാ പറഞ്ഞേ. പോടാ, എനിക്ക് പേടിപ്പിക്കാണ്ട. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് നിനക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ. നീ എന്നെ ഫോണിൽ വിളിക്കണ്ടെന്ന് പറഞ്ഞേ. എന്ന് വെച്ചാ നേരെ ഇങ്ങോട്ടാണോ വരുന്നേ? നിന്റെ പ്രോബ്ലം എന്താ കോഴിക്കുഞ്ഞെ? എടി, ഞാൻ അത്ര വലിയ കോടിയൊന്നുമല്ല. പെൺപിള്ളേരെ നോക്കി ഒന്ന് ചിരിക്കും, അല്ലാതെ ഇന്ന് വരെ എനിക്കൊരു റിലേഷൻ പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് വേണം? ഞാൻ പറയാം. വെറുതെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടേ ഒരു കാര്യമില്ല. എന്ത്? നീ കാര്യം തെളിയിച്ചു പറ. എനിക്ക് നിന്നെ കണ്ടപ്പോഴേ സ്പാർക്ക് അടിച്ചു. പിന്നെ പാട്ടും കൂടി കേട്ടപ്പോഴേ ഞാൻ വീണു പോയി. ആണോ? മോൻ എന്നാ പോവാൻ നോക്ക്. യുജി, നീ ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. അല്ല, നിനക്ക് എങ്ങനെയുണ്ട്? ഇതുവരെ കുഴപ്പമില്ല. നീയായിട്ട് ആക്കാണ്ടിരുന്നാ മതി. ഞാനിപ്പ പോവാ, നാളെ വരും. എന്തിന്? കണ്ണിലുണ്ണിയല്ലേ വയ്യാതെ കിടക്കുന്നേ. കണ്ണിലെ ഉണ്ണിയല്ല, മുട്ടയുടെ ഉണ്ണി. ഒന്ന് പോടാ. കൊറേ ഉണ്ടല്ലോ. ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാ. വായിക്കാത്തതൊക്കെ കൊണ്ടുപോക്കോ. പിന്നെ ഇനിയെങ്കിലും എന്നോട് വഴക്കിടാതിരുന്നൂടെ? അത് ഞാനായിട്ടല്ല, ഞാൻ ഇങ്ങനെയാ. അതൊന്നും അങ്ങനെ കേട്ടപ്പോ ഞാൻ ആദ്യമായിട്ടാ ഒരു പെണ്ണിനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതും. ഡീസന്റ് ആണോ? ശേ, അത് മോശം. നിനക്ക് കോഴിക്കുഞ്ഞുങ്ങളോടാണോ വോട്ട് കൂടാൻ ഇഷ്ടം? കുറച്ച് വൈബായവരോട് തന്നെയാ. നീ എന്റെ വൈബ് കണ്ടിട്ടില്ലല്ലോ. എടാ, എന്താ ഇവിടെ? ഞങ്ങൾ പ്രേമിക്ക. എന്തേ? എടീ, അവനത് കാര്യമാക്കും. നീ ഉണ്ടായിരുന്നേ. ഏയ്, ഇല്ല ഇല്ല ഇല്ല. നിങ്ങളുടെ കാര്യത്തില് ഞങ്ങൾ ഡൗട്ട് അടിക്കില്ല. കീരിയും പാമ്പും ഒന്നിച്ച ചരിത്രമില്ല. അവരുടെ കാൽക്കുലേഷൻ തെറ്റിയാലോ? നീ ഇവനും അല്ലേ തെറ്റിയത് തന്നെ. ഇവള് നിന്നെ ആക്കുവാടാ. നീ ലേറ്റ് ആയില്ലേ? പോകുന്നില്ലേ? കൊണ്ടുവിടണോ? ഞാൻ കൊണ്ടുവിടാം. എനിക്ക് ഡയലിനെ ഒന്ന് കാണണം. എന്തിന്? അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാകും. അവളുടെ കയ്യിൽ നീ വാങ്ങിച്ചു കൂട്ടരുത്. ഏയ് ഇല്ല, നീ വാ. ശരി കോയക്കുഞ്ഞി, പോവാണേ. ശരി. ഇവളെന്താ വിളിച്ചേ? എന്നാ ശരിയാണോ? നീ ഒറ്റയ്ക്കായതുകൊണ്ട് ആക്കിയതാ. നാളെ അമ്മമാരുണ്ടെങ്കിൽ വന്നാ മതി. വെറുതെ പോസ്റ്റ് അടിക്കണ്ടല്ലോ. ഞങ്ങൾ എപ്പോഴും ഗ്രൗണ്ടിലായിരിക്കും. എനിക്കും നിങ്ങളുടെ കൂടെ ഗ്രൗണ്ടിൽ വരാനാ താല്പര്യം. നിന്റെ അവളുമാരുടെ നമ്പറൊക്കെ തരുമോ? എന്തിനാ കടുവക്കുഞ്ഞേ? എടി മുയലെ, വേണ്ട. സാധാരണ ഗേൾസ് ഞങ്ങൾക്ക് പ്രപ്പോസലും കൊണ്ടേ വരാറ്. അവരിൽ നിന്ന് നിങ്ങളുടെ വേറെ തന്നെ ഒരു വൈബാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാലോ എന്ന് വെച്ചിട്ട്. ആ, തരാം. പിന്നെ യൂജിനെ വിളിക്കാൻ നിൽക്കണ്ട. അവളെ പപ്പ എടുത്ത സീനാണ്. എന്നാ വിട്ടോ, എനിക്കിവിടുന്ന് കുറച്ച് പോയാ മതി. ഇതാണ് അവളുടെ വീട്. അവളെ കാണാൻ പറ്റുമോ? ഇല്ല, ഞാൻ വിളിച്ചു നോക്കട്ടെ. എന്നാ അവളുടെ നമ്പർ ഇതാ. അതെ, അവളോട് ചോദിച്ചു വാങ്ങിച്ചോ. ഞാൻ ഇങ്ങ് തന്നിട്ട് അവളുടെ കയ്യിരിക്കുന്നത് എനിക്ക് വാങ്ങാൻ വയ്യ. വെയിറ്റ്, ഇതോ അവൾ അകത്തുനിന്ന് വരുന്നു. വാവ്, ഇന്നും പുറത്താണല്ലോ കുരിപ്പ്. നിങ്ങളെന്താ ഇവിടെ? ഞാൻ ഇവരുടെ വീട്ടിലെ കുറച്ച് ബുക്സ് എടുക്കാൻ പോയതാ. അപ്പോ ഈ അണ്ണാകുഞ്ഞ് എന്റെ കൂടെ നിന്നെ കാണാൻ വന്നു. എന്നെ കാണാനോ? അത് നിന്റെ കാലം എങ്ങനെയുണ്ട്? ഒന്നും പറയാതല്ലേ ഇങ്ങ് പോന്നേ. നീ കോളേജിൽ വന്നായിരുന്നോ? എപ്പോ വന്നു? അപ്പൊ തന്നെ ഇങ്ങ് പോന്നു. നല്ല കലിപ്പിലായിരുന്നല്ലോ. അതൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല. അത് മുറിവല്ലേ, അങ്ങ് പൊക്കോളൂ. നീ നാളെ വരാൻ നിക്കണ്ട. അത്രയ്ക്ക് പഠിക്കാൻ മുട്ടി നിൽക്കുകയാണേലേ. നാളെ ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. നോക്കാം. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോവാ. ലേറ്റായി. വീട്ടിൽ ചെന്നില്ലേ സീനാവെന്ന് അറിയാലോടി. ആ, നീ പൊക്കോ. ഇന്ന നിന്റെ ഡാഡിയുടെ നമ്പര്. നീ ഒപ്പിച്ചോ? ഞാൻ ജിനിയോട് ചോദിച്ചിട്ട് തന്നില്ല. ഞാൻ ജിയണയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ. നിങ്ങൾ ഒരേ വൈബാന്നും തോന്നുന്നല്ലോടാ അവളെ കളി കണ്ടിട്ട്. ഏകദേശം. നല്ല സ്പാർക്ക് അടിക്കാൻ ചാൻസ് ഉണ്ടോ കുട്ടാ? അത് നിനക്കൊക്കെ, ഞങ്ങൾ അങ്ങനെയല്ല. കണ്ടറിയാം. നിനക്ക് നമ്പർ കിട്ടിയില്ലേ? 3 സോള്.
എനിക്ക് വിളിക്കണമെന്നില്ല. അവൾ ഈ റോഡിലൊക്കെ തന്നെയാണ്, എപ്പോ വേണേലും വരുന്നുണ്ട. അവളുടെ വീട്ടിലൊക്കെ കേൾക്കാറേ ഇല്ലേ? എടാ, നിങ്ങൾക്കറിയാത്തൊക്കെ ഒരു കാര്യമുണ്ട്. ഞാൻ അതിനാ ഇവിടെ വന്നിരുന്നേ. എന്താടാ? ഓ, അപ്പൊ എന്നെ പോലാണെങ്കിലും കഷ്ടമാണല്ലേ. അപ്പൊ എന്താ, ഇങ്ങനെ വിടാൻ പറ്റുമോ? നമുക്കെന്തേലും ചെയ്യണ്ടേ? അവരും നമ്മളിപ്പം കൂട്ടായ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ നിങ്ങളെ സമ്മതിക്കൂ? ഒരു റിസ്ക് എടുത്ത പണിയാണ്. എന്താ, ഹോസ്റ്റലിലോ വല്ലതും? അല്ല, നമ്മുടെ കൂടെ ഇവിടെ എനിക്കും നിനക്കും അവള് പെങ്ങളാ. ഹോബിക്ക് ഗേൾ ഫ്രണ്ട്. ചിമ്മി അവൾ ഒരുപോലെ ആയതുകൊണ്ട് ട്വിൻസ് ആണെന്ന് വിചാരിക്കും. നല്ല ഐഡിയ ആണ്. ബട്ട് മമ്മിയും പപ്പയൊക്കെ അറിഞ്ഞാലോ? അത് അറിയാണ്ട് നോക്കാം. എന്നാ അവളെ കൊണ്ടുവരാം. അവളുണ്ട് നല്ല രസ കുരുട്ടടയ്ക്കാം. ആ പേരും അവൾക്ക് ഫീൽ ആകുന്ന ഒന്നാണ്. ഇവിടെ നിർത്തണോ? നിനക്ക് ഗോൾഡൻ ചാൻസ് അല്ലേ, വളച്ചൂടെ? അയ്യടാ, അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ അവളുടെ റൂമിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോലെ. എടാ ജൂണേ. ജൂൺ തന്നെ അല്ലേടാ ദേവിനെ? അത് തന്നെ. ഇല്ലേ അണ്ണാ കുഞ്ഞെ, കുരുട്ടടയ്ക്ക വളയ്ക്കുക മാത്രല്ല വളച്ചൊടിക്കും.